അവർക്കും ചാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏട്ടൻ തോണി തുഴയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തോണിയിലൊക്കെ കയറി ഇനിയിപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോണി മെല്ലെയാണ് കേട്ടോ പോകുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ആകെ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്കിപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ. തൊട്ടപ്പുറത്ത് തന്നെ കുഞ്ഞൊരു പാർക്കുണ്ട് കേട്ടോ. അവിടേക്കാണ് എല്ലാവരുടെയും കണ്ണ്. ഏകദേശം പകുതി വഴി എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ചുട്ട് പുഴുകി ആകെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചിരിക്കാനേട്ടാ. ഒരു ചെറിയ കാറ്റ് പോലും വീശുന്നില്ല. അങ്ങനെ ഞങ്ങൾ നാലുപുറമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ തോണി കയറി ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഒരു 10-20 മിനിറ്റിന് ശേഷം കാഴ്ചകളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഞങ്ങളിതാ തോണി കയറിയ ഒരു സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. പിന്നെ പോയിട്ടുണ്ടായിരുന്നത് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 2-3-4 കളിക്കാനൊക്കെ ഉള്ള സാധനങ്ങളേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ തുമ്പിക്കുട്ടി ഫസ്റ്റ് ഇതിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അനിയത്തിയുടെ മക്കളൊക്കെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഇതിൽ ചാടിക്കളിക്കുകയാണ്. പിന്നെ അമ്മയും അനിയത്തിയും അതേപോലെ ഞാനൊക്കെ ഇരുന്നിട്ട് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ വെയിലാവുക കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് മാത്രം. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ തൃശ്ശൂർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു തവണ ഇവിടേക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇവിടേക്ക് തന്നെ വരാൻ പറ്റി. അപ്പോൾ നമ്മൾ അന്ന് പോയ ആ ഒരു സമയത്തുള്ളവരൊന്നും ആവില്ലല്ലോ ഇപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണതിൻ്റെ മുന്നേ കുറേ കഴിക്കാനുള്ള കടല അതേപോലെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ അത് കഴിച്ച് തീർത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി പറഞ്ഞു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് അവിടെ നിർത്തിയിട്ടേ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ കുറുനരി. അപ്പോഴാണ് എനിക്ക് ആ ഒരു പാട്ട് ഓർമ്മ വന്നത്. നമ്മുടെ തുമ്പിക്കുട്ടി എപ്പോഴും വീട്ടിൽ വന്ന പാടാറുള്ള പാട്ടാണ് കേട്ടോ. കുറുനരി പോകും വഴിവക്കത്ത് കുലയായി തൂങ്ങും മുന്തിരികൾ, മുന്തിരി കിട്ടിയതില്ല കുറുനരി വീണ്ടും ചാടിയതിങ്ങനെയാ. അങ്ങനെ ഞങ്ങളെ തുമ്പിക്കുട്ടീനെ ആ ഒരു പാട്ടും പാടിയിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കണ്ടതേ ചളിയിലൊക്കെ കുളിച്ച് നിൽക്കണ കുറേ മാനുകളെയാണ് കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിലെ ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസ് കിടക്കണ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ട്